മൂന്നാർ മേഖലയിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശമുണ്ടായതോടെ തുടർ നീക്കങ്ങൾക്കായി സമ്മർദ്ദമേറുന്നു. ദേശീയപാതയോരത്തെ ഉൾപ്പെടെ മുഴുവൻ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെയും നടപടി സ്വീകരിച്ച് 6 ആഴ്ചകളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. മുമ്പ് മൂന്നാർ മേഖലയിൽ ആരംഭിച്ച വഴിയോര വിൽപ്പനശാലകളുടെ ഒഴിപ്പിക്കൽ രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ നിർത്തിവച്ചിരുന്നു. മൂന്നാർ മേഖലയിൽ അനധികൃത വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. മൂന്നാർ മേഖലയിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശമുണ്ടായതോടെ തുടർ നടപടികൾക്കായി സമ്മർദ്ദമേറുന്ന സാഹചര്യവുമുണ്ട്. ദേശീയപാതയോരത്തെ ഉൾപ്പെടെ മുഴുവൻ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെയും നടപടി സ്വീകരിച്ച് 6 ആഴ്ചകൾക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. ജില്ലാ കളക്ടർ, ദേവികുളം RTO എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. വഴിയോര കച്ചവടക്കാരും മൂന്നാർ പള്ളിവാസൽ സ്വദേശികളായ ഒരു കൂട്ടം ആളുകൾ ഉപജീവന മാർഗമായ വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ 2 വ്യത്യസ്ത ഹർജികൾ തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. ദേശീയ സംസ്ഥാന പാതയോരങ്ങൾ കയ്യേറി നടത്തുന്ന വഴിയോര കടകൾക്ക് 2014 സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരം സംരക്ഷണത്തിനും പുനരധിവാസത്തിനും അർഹതയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹർജികൾ തള്ളിയത്. നവംബർ ആദ്യവാരമാണ് മൂന്നാറിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വഴിയോര കടകൾ ഒഴിപ്പിക്കാൻ തുടങ്ങിയത്. 4 ദിവസങ്ങൾ കൊണ്ട് 100-ലധികം കടകൾ ഒഴിപ്പിച്ചു. പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ ഒഴിപ്പിക്കൽ നിർത്തിവെച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാറിൽ അനധികൃത വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.